നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ UDF വമ്പിച്ച വിജയം നേടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്നും രമേശ് ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. അറബിക്കടലിൽ ചരക്ക് കപ്പലിലുണ്ടായ വൻ തീപിടുത്തത്തിൽ നിന്നും രക്ഷിച്ചവരെ എത്തിച്ചത് മംഗളൂരു തുറമുഖത്ത്. ഉടൻ തന്നെ AJ ആശുപത്രിയിൽ നിന്ന് 2 ആംബുലൻസുകൾ എത്തുകയും പരിക്കേറ്റവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് കുതിക്കുകയുമായിരുന്നു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങി. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ദേശീയപാത 66 ചെറുകള ആക്ഷൻ കമ്മിറ്റിയുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് യുവാവ് മരിച്ചു. മഞ്ചേശ്വരം വാമഞ്ചൂർ കജയിലെ മുഹമ്മദ് സാദിഖാണ് മരിച്ചത്. മുൻ DCC പ്രസിഡന്റ് K. വെളുത്തമ്പുവിന്റെ 9ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ UDF വമ്പിച്ച വിജയം നേടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണെന്നും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്നും രമേശ് ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ കടലിലേക്ക് മറിഞ്ഞതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. ഈ വിഷയത്തിൽ കേസ് വേണ്ടെന്ന സർക്കാർ സമീപനം അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. നിലമ്പൂരിൽ UDF വൻപിച്ച വിജയം നേടും. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം സുനിശ്ചിതമാണ്. നല്ല ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയിക്കുമെന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ കേളികൊട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ച് അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന ഇടതുമുന്നണി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണമെന്നുള്ള കേരള ജനതയുടെ ആഗ്രഹം അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അത് വളരെ വ്യക്തമാണ്. ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അതും മനസ്സിൽ വെച്ചുകൊണ്ട് ജനങ്ങൾ ഇത്തവണ നിലമ്പൂരിൽ വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല, കഴിഞ്ഞ എല്ലാ വിധത്തിലുമുള്ള ഇടതുപക്ഷ മുന്നണിയുടെ കള്ളപ്രചരണങ്ങളെയും എതിർത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യും. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ മറിഞ്ഞ് കണ്ടെയ്നറുകൾ മുഴുവൻ കടലിൽ പോയി. അത് കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രതിസന്ധിയാണ്. ആ കപ്പൽ മറിഞ്ഞതിനെ സംബന്ധിച്ച് കണ്ടെയ്നറുകൾ മുഴുവൻ കടലിൽ പതിച്ചതിനെ സംബന്ധിച്ചോ ഒരു കേസും എടുക്കണ്ട എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് തെറ്റായ ഒരു സമീപനമാണ്. അദാനിയുടെ കമ്പനിയുടെ കപ്പൽ മറിഞ്ഞതുകൊണ്ട് അതിലൊരു FIR പോലും ഇടണ്ട എന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. FIR ഇട്ട് അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാനുള്ള ഒരു സംഭവം ഉണ്ടായാൽ അതിനെപ്പറ്റി ഒരു FIR ഇട്ട് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിലില്ലേ? അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു സംഭവമായിരുന്നു. അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തണ്ട എന്നും അദാനി കമ്പനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത കേരള ഗവൺമെൻറ് നടപടിയോട് നമുക്ക് യോജിക്കാൻ കഴിയും. ഇപ്പം ഇന്ന് വീണ്ടും ഒരു കപ്പൽ അല്ലേ തീപിടിച്ചു. അപ്പം ഇത്തരം സംഭവങ്ങളെ ഗൗരവപൂർവ്വം കാണാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും കേരള ഗവൺമെൻറ്റും മുന്നോട്ട് വരേണ്ടതാണ്. എത്ര പേര് മരിച്ചു, എന്താണ് സംഭവം, എന്താണ് കണ്ടെയ്നറുകൾ ഉള്ളത് എന്നൊന്നും ആർക്കും അറിയില്ല. കടലിലെ മത്സ്യത്തൊഴിലാളികൾ, മത്സ്യം പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ ഭീതിയുണ്ട്. അപ്പോൾ ഇതൊഴിവാക്കാനുള്ള നടപടി ഉണ്ടാകണം. കേസെടുത്ത് അന്വേഷിക്കണം. വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറാണ്. അറബിക്കടലിൽ ചരക്ക് കപ്പലിലുണ്ടായ വൻ തീപിടുത്തത്തിൽ നിന്നും രക്ഷിച്ചവരെ എത്തിച്ചത് മംഗളൂരു തുറമുഖത്ത്. ഇന്ത്യൻ നാവികസേനയുടെ INS സൂറത്താണ് 18 ജീവനക്കാരുമായി മംഗളൂരു തുറമുഖത്തെത്തിയത്. ഉടൻ തന്നെ AJ ആശുപത്രിയിൽ നിന്ന് 2 ആംബുലൻസുകൾ മംഗളൂരു തുറമുഖത്ത് എത്തുകയും പരിക്കേറ്റവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് കുതിക്കുകയുമായിരുന്നു.
ഇന്നലെ രാത്രി 11 മണിയോടെയാണ് തീപിടിച്ച കപ്പലിൽ നിന്നുള്ള 18 ജീവനക്കാരെ നാവികസേനയുടെ കപ്പൽ INS സൂറത്ത് വഴി മംഗളൂരു സീപോർട്ടിൽ എത്തിച്ചത്. തുടർന്ന് പരിക്കേറ്റ 6 പേരെ ആംബുലൻസിൽ AJ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ചൈനീസ് പൗരൻ ലു എൻലിക്ക് 40%, ഇന്തോനേഷ്യൻ സ്വദേശി സോനിട്ടുൾ ഹാസൈനിക്ക് 30% പൊള്ളലേറ്റു. 2 പേരുടെയും ആന്തരിക അവയവങ്ങൾക്കും പൊള്ളലുണ്ട്. അതേസമയം ഇരുവരും വെള്ളം കുടിക്കുകയും മരുന്നുകളോട് പ്രതികരിച്ചുവെന്നും പ്രാഥമിക വിവരങ്ങൾ പങ്കുവെച്ചുവെന്നും ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ദിനേശ് കദം വ്യക്തമാക്കി. Most of them, it's a explosion which happened. They also are not very sure whether they exposed to some chemical or not. Right now, so 3 are from China and 2 are from Burma, Myanmar, and 1 is from the Indonesia. It's mainly of inhalation, thermal burns, and smoke, which because of explosions which they have inhaled. They have any other injuries? Some have some blunt injuries, which is not very major ones. All the 6 are in ICU or? No, 2 right now we have shifted them to for dressings and ICU, and other 4 are we are managing right now. They both are 30-40%. Yeah, 30 to 40%. ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബാക്കി 4 പേരുടെ നില തൃപ്തികരമാണ്. പരിക്കേൽക്കാത്ത 12 പേരെ മംഗളൂരുവിലെ ഹോട്ടലിലേക്കും മാറ്റി. ചൈനയിലെ 8 പേരും തായ്വാനിൽ നിന്നുള്ള 4 പേരും മ്യാൻമാറിൽ നിന്നുള്ള 4 പേരും ഇന്തോനേഷ്യയിൽ നിന്നുള്ള 2 പേരുമാണ് രക്ഷപ്പെട്ട 18 പേർ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ വൈകാതെ സ്വദേശങ്ങളിലേക്ക് അയക്കും. ഇതിനിടെ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും കാണാതായ 4 നാവികരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇവരെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതേസമയം അപകട കാരണമോ മറ്റ് വിശദാംശങ്ങളോ വെളിപ്പെടുത്തുവാൻ കപ്പലിൻ്റെ ക്യാപ്റ്റൻ തയ്യാറായിട്ടില്ല. ഇതിനിടെ തീപിടിച്ച കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കുവാൻ ശ്രമം തുടങ്ങി. വാൻഹായ് കമ്പനിയുടെ ആളുകൾ കപ്പലിന് അടുത്തെത്തും. കടലിൽ വെച്ച് തന്നെ കണ്ടെയ്നറുകൾ എടുക്കുവാനാണ് ശ്രമം. തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ തൃശൂർ എറണാകുളം ജില്ലയുടെ തീരത്ത് അടിയുവാനാണ് സാധ്യത. കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങി. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഉപജീവന മാർഗം ഇല്ലാതാകുന്നതോടെ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഇനി വറുതിയുടെ നാളുകളാണ്. തീരദേശ മേഖലയിൽ വറുതി കൂട്ടി ട്രോളിംഗ് നിരോധനം തുടങ്ങി. ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഇന്നലെ കടലിൽ പോയ മീൻപിടുത്ത ബോട്ടുകളെല്ലാം ഉച്ചയോടെ തിരിച്ച് കരയിലെത്തി മത്സ്യം വിൽപ്പന നടത്തിയ ശേഷം വൃത്തിയാക്കി പുഴയിൽ സുരക്ഷിതമായി കെട്ടി നിർത്തി. ജില്ലയിൽ മടക്കര, കസബ, മഞ്ചേശ്വരം എന്നീ മീൻപിടുത്ത തുറമുഖങ്ങളും ഏതാനും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് 80ഓളം ബോട്ടുകളാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ചില ബോട്ടുകളിൽ മീൻ പിടിക്കുവാൻ അതിഥി തൊഴിലാളികളും പോകുന്നുണ്ട്. അവരെല്ലാം നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി. കടലിലെ മീൻ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം 2 മാസത്തോളമായി ജില്ലയിൽ മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിലാണ്. ഇത്രയും കാലം ബോട്ടുകൾ കടലിൽ പോകുന്നതല്ലാതെ കാര്യമായ മത്സ്യമൊന്നും ലഭിക്കാതെ നിരാശയിലാണ് തൊഴിലാളികൾ മടങ്ങിയിരുന്നത്. ഇതിനിടയിൽ ട്രോളിംഗ് നിരോധനം കൂടി എത്തിയതോടെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ മാത്രമാണ് ഇനി ഇവരുടെ ആശ്രയം. ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്കും ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും മത്സ്യബന്ധനം നടത്തുന്നതിന് വിലക്കില്ല. മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കുമാണ് നിരോധനം. ട്രോളിംഗ് നിരോധന കാലത്ത് ജില്ലയിൽ കടലിലെ പെട്രോളിങ്ങിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും മടക്കര, മഞ്ചേശ്വരം തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പെട്രോളിംഗ് ബോട്ടും കീഴൂർ കേന്ദ്രീകരിച്ച് ഫൈബർ തോണിയും സജ്ജമാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സീ റെസ്ക്യൂ ഗാർഡ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് എന്നിവരുടെ സേവനവും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത 66 ചെറുക്കള ആക്ഷൻ കമ്മിറ്റിയുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ ചെറുക്കള കല്ലടുക്ക റോഡിലെ ഫ്ലൈ ഓവറിന്റെ നീളം കൂട്ടണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചു. സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ സംഘാടക സമിതിയും രൂപീകരിച്ചു.
ജില്ലയിലെ ഏറ്റവും വലിയ ജംഗ്ഷനായ ചെർക്കളയിൽ ദീർഘവീക്ഷണമില്ലാതെയും അശാസ്ത്രീയമായ രീതിയിലും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ദേശീയപാത ഫ്ലൈ ഓവറുകൾ, സർവീസ് റോഡുകൾ, ഓവുചാലുകൾ, നടപ്പാത തുടങ്ങിയ അനുബന്ധ വികസനങ്ങളും 3 വർഷത്തിലധികമായി ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ താറുമാറായി ജീവന് ഭീഷണിയാകുകയും ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കുമുണ്ടായ കനത്ത നാശനഷ്ടങ്ങളും വിഷമങ്ങളും ജില്ലാ ഭരണകൂടവും ദേശീയപാത അധികൃതരും അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകുവാൻ കൺവെൻഷനിൽ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കകം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാത്ത പക്ഷം ഹൈവേ തടയൽ ഉൾപ്പെടെയുള്ള സമരം പ്രഖ്യാപിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിക്കുകയും ചെയ്തു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളക്കെട്ട് ചെർക്കളയിൽ നല്ല രീതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1/1 ആണ് ഡ്രെയിനേജിൻ്റെ അകലവും. അത് മാറ്റി 2/2 കൊടുത്താലേ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും. അതുപോലെ NH നിന്നും സർവീസ് റോഡിൽ കയറുന്ന എൻട്രിയും എക്സിറ്റും ഇത് രണ്ടും അത് അശാസ്ത്രീയ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ഇന്നുവരെക്കും വ്യക്തത വരുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ളൊരു പരിഹാരം നമുക്ക് കാണണം. പിന്നെ ഇപ്പോൾ കുണ്ടെടുക്കത്തെ മണ്ണിടിച്ചല്ലോ, കുണ്ടെടുക്കാൻ കഴിഞ്ഞൊരു ജലബോംബായി മാറേണ്ട ഒരു പ്രദേശമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട MP, MLA, കലക്ടർ ഞങ്ങളൊക്കെ നിന്നുകൊണ്ട് അടിയന്തരമായി അവരോട് ചെയ്യിച്ചതുകൊണ്ട് അവിടെ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾക്കും ഇപ്പോൾ വേവിഞ്ച റോഡിലെ കുന്നിടിച്ചൽ, മഴക്കാലങ്ങളിലെ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശങ്ങൾ വീണ്ടും ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് മുൻകൈയെടുത്ത് വേണ്ടുന്ന നടപടി സ്വീകരിക്കാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭരണാധികാരികളും അതിന് ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ NHൻ്റെ അധികാരികളും മുമ്പിലോട്ട് വരണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. സഫിയ ഹാഷിം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജലീൽ എരുതുംകടവ്, A. അബ്ദുല്ല കുഞ്ഞി, നാസർ ധന്യവാദ്, CH വടക്കേക്കര, CH ഷുക്കൂർ വടക്കേക്കര, സലാം ചെർക്കള, BM ഷെരീഫ്, ഹനീഫ ചെർക്കള, സുലൈഖ മാഹിൻ, ഹാരിസ് തായൽ, CA അഹമ്മദ് കബീർ ചെർക്കളം, ഹാഷിം ബംറാണി, ഇബ്രാഹിം ബേർക്ക, ഷാഫി ഇറാനി, സാദിഖ് നെക്കര, മുനീർ P ചെർക്കളം, ഹമീദ് മാസ്റ്റർ, ഇക്ബാൽ ഇമ, നിസാർ അറന്തോട് എന്നിവർ സംസാരിച്ചു. മൂസ B ചെർക്കള ചർച്ചകൾ ക്രോഡീകരിച്ച് സംസാരിച്ചു. നാസർ ചെർക്കളം സ്വാഗതവും സിദ്ദിഖ് കനിയടുക്കം നന്ദിയും പറഞ്ഞു. സമരസമിതിയുടെ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് മുഖ്യ രക്ഷാധികാരി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് സർവീസ് റോഡിൽ നിന്ന് പൊസോട്ടിലേക്കുള്ള ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് യുവാവ് മരിച്ചു. മഞ്ചേശ്വരം വാമഞ്ചൂർ കജയിലെ മുഹമ്മദ് സാദിഖാണ് മരിച്ചത്. മഞ്ചേശ്വരത്ത് ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ബങ്കര മഞ്ചേശ്വരം വാമഞ്ചൂർ കജയിലെ പരേതനായ മൂസക്കുഞ്ഞിയുടെ മകൻ മുഹമ്മദ് സാദിഖാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി തലപ്പാടിയിൽ നിന്ന് കാസർഗോട്ടേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറിടിച്ചായിരുന്നു അപകടം. ഉടൻ മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഞ്ചേശ്വരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാതാവ് മറിയുമ്മ, അബ്ദുള്ള, ഖാദർ, താഹിറ, അവ്വഞ്ഞി, ഖദീജ, ഹാജിറ എന്നിവർ സഹോദരങ്ങളാണ്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് തെക്കിൽപ്പറമ്പ ചെറുകരയിൽ 175 ലിറ്റർ ഗോവൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവതി പിടിയിൽ. വള്ളിപ്ലാക്കൽ വീട്ടിൽ വിനീതയാണ് എക്സൈസിന്റെ പിടിയിലായത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കാർഡ്ബോർഡ് പെട്ടികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു മദ്യം കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് തെക്കിൽപ്പറമ്പ ചെറുകരയിലെ വിനീതയുടെ വീട്ടിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുകയും മദ്യശേഖരം പിടികൂടുകയും ചെയ്തത്. 20 കാർഡ്ബോർഡ് പെട്ടികളിലായി 175.68 ലിറ്റർ ഗോവൻ നിർമ്മിത മദ്യമാണ് വീട്ടിലുണ്ടായിരുന്നത്. തുടർന്ന് വിനീതയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കേസ് രേഖകളും തൊണ്ടി സാധനങ്ങളും തുടർ നടപടികൾക്കായി കാസർഗോഡ് റേഞ്ചിൽ ഹാജരാക്കുകയും ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ വിനീതയെ റിമാൻഡ് ചെയ്തു. കേസിലെ 1-ാം പ്രതി പെരിയ നാലേക്കറ സ്വദേശി N വിനോദ് കുമാറിനെ പിടികൂടുവാനായിട്ടില്ല. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിലൂടെ 2484 ലിറ്റർ ഗോവൻ മദ്യം കടത്തിയ കേസിലെ പ്രതി കൂടിയാണ് വിനോദ് കുമാർ. ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ നൌഷാദ് K, പ്രജിത്ത് KR, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സോനു സെബാസ്റ്റ്യൻ, അതുൽ TV, ഷിജിത്ത് VV, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ റീന V, ധന്യ TV എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുൻ DCC പ്രസിഡന്റ് K. വെളുത്തമ്പുവിന്റെ 9ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്തു.
മുൻ DCC പ്രസിഡന്റ് കെ വെളുത്തമ്പുവിന്റെ 9ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. DCC ഓഫീസിൽ നടന്ന പരിപാടി മുൻ കേരള പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ സാമുദായികമായ സംഘർഷങ്ങളുണ്ടായ സന്ദർഭത്തിൽ അതൊരു സ്നേഹ സന്ദേശ യാത്ര നടത്തണം എന്നുള്ള ആശയം വന്നപ്പോൾ അദ്ദേഹം DC പ്രസിഡന്റായിരുന്നു. ആ യാത്ര വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് കാസർഗോഡിൻ്റെ വികസനത്തിൽ വഴിതെളിക്കുന്ന നിലയിലേക്ക് അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് പ്രഭാകരൻ കമ്മീഷൻ നിയോഗിച്ചു. ആ റിപ്പോർട്ട് വാങ്ങി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും കാസർഗോഡിൻ്റെ വളർച്ച വികാസത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള കാസർഗോഡ് വികസന പാക്കേജ് നടപ്പാക്കാൻ ആ സമയത്ത് DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. K നീലകണ്ഠൻ, KV ജെയിംസ്, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, PV സുമേഷ്, സാജിദ് മൗവൽ, M കുഞ്ഞമ്പു നമ്പ്യാർ, മീനാചന്ദ്രൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. K വെളുത്തമ്പുവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി നേതാക്കളും പ്രവർത്തകരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീതി നിഷേധത്തിനെതിരെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PKS സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രൻ കൊക്കാൽ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവകാശമായ ജാതി സർട്ടിഫിക്കറ്റ് അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്ന റവന്യൂ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. PKS സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രൻ കൊക്കാൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിനകത്ത് ഏറെ പിന്നോക്കം തള്ളിയിട്ടുള്ള ആളുകളാണ് പട്ടികജാതി ജനവിഭാഗം. നമുക്കറിയാം, മറ്റൊരു രാജ്യത്തുമില്ലാത്ത നിലയിലേക്കുള്ള ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കകത്തുള്ളത്. ചാതുർവർണ്ണ വ്യവസ്ഥ പ്രകാരം ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് സമൂഹത്തിനകത്ത് അവരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗം എന്ന നിലയിലേക്ക് A. ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. PKS ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശങ്കരൻ ആദൂർ, ചന്ദ്രൻ പണിക്കർ, ശാന്ത ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CH ഐത്തപ്പൻ ചാപ്പടി സ്വാഗതവും വിനോദ് പൂവാള നന്ദിയും പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിന് അപേക്ഷിക്കുമ്പോൾ സംവരണാനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷകർക്ക് ആവശ്യമായ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ കടുത്ത അനാസ്ഥയാണ് വില്ലേജ് താലൂക്ക് ഓഫീസ് അധികൃതർ കാണിക്കുന്നത് എന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സമരപരിപാടികൾ കൂടുതൽ ശക്തമാക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും PKS മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കവായി കായലോരത്ത് 8000-ഓളം കണ്ടൽ ചെടികൾ നട്ട് പരിപാലിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ ഇടയിലക്കാട്ടെ മത്സ്യത്തൊഴിലാളി O. രാജന്റെ പരിസ്ഥിതി പ്രവർത്തനം മാതൃകാപരമാണ്. രാവിലെ 6 മണിക്ക് കായലിലിറങ്ങി മത്സ്യത്തൊഴിലിൽ ഏർപ്പെടുമ്പോഴും കരയോട് ചേർന്നുള്ള കണ്ടലുകളുടെ വളർച്ചയറിയുന്നത് 62ാമത് വയസ്സിലും മുടക്കമില്ലാതെ തുടരുകയാണ്. കവായി കായലിനോട് ചേർന്നുള്ള ഇടയിലക്കാട് തുരുത്തിന് കാവലായി കണ്ടലുകൾ വെച്ചുപിടിപ്പിച്ച് വേറിട്ട മാതൃകയാവുകയാണ് ഈ മത്സ്യത്തൊഴിലാളി. ഭ്രാന്തൻ കണ്ടൽ ഇനത്തിലുള്ള 2 തരം ചെടികളാണ് വിത്ത് മുളപ്പിച്ച് വളർത്തിയെടുത്ത് നട്ട് വളർത്തി വരുന്നത്. കവായി കായലിന്റെ ഓരങ്ങളിൽ ഇദ്ദേഹം നട്ട കണ്ടലുകൾ കവചമായി വളരുമ്പോൾ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പുതിയ വഴി തുറക്കുകയാണ്. ഭ്രാന്തൻ നാടൻ വിഭാഗങ്ങളിൽപ്പെട്ട 8000-ൽ പരം കണ്ടലുകൾ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ നട്ട രാജന്റെ പരിപാലനത്തിൽ 1000-ൽ പരം എണ്ണം മാത്രമാണ് ബാക്കി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. കവായി കായലിന്റെ ഇടയിലേക്കാട് കിഴക്ക് തെക്ക് ഭാഗങ്ങളിലാണ് കൂടുതലും കണ്ടലുകൾ നട്ടു വളർത്തിയിട്ടുള്ളത്. കവായി കായലോരത്ത് 1 കിലോമീറ്റർ നീളത്തിലാണ് കണ്ടൽ വിത്തുകൾ മുളപ്പിച്ച് നട്ടുപിടിപ്പിച്ചു വരുന്നത്. ഞാൻ 6-7 വർഷമായിട്ട് ഒരു കണ്ടൽ നടന്നൊരു വ്യക്തിയാണ്. ഇടയിലേക്കാട് കിഴക്ക് ഭാഗത്തു കൂടി തെക്കേ മനപ്പ് മുതൽ ബണ്ട് വരെ ഏകദേശം ഒരു 8000-ന് മേലെ കണ്ടലുകൾ നട്ടു. പക്ഷേ അത് പലതും നശിച്ചു പോയിട്ടുണ്ട്. നശിച്ചു പോയതും നശിപ്പിക്കുന്നതുമാണ്. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. അതിന് ആരും തന്നെ സഹായം നൽകുന്നില്ല. അത് പരിപാലിക്കുന്നത് എനിക്ക് ആവില്ല. കിട്ടുന്ന മുറക്ക് ഞാൻ നടാൻ തയ്യാറാണ്. ഇനിയും അത് ചെയ്യും. എനിക്ക് ഏത് സമയത്തോ കണ്ടൽ കിട്ടുന്നു ആ സമയത്തൊക്കെ ഞാൻ നടുന്നുണ്ട്. അതൊരു തീയതി വെച്ചിട്ടല്ല ഞാൻ നടുന്നത്. കണ്ടൽ ഏത് സമയത്ത് കിട്ടുന്നു ആ സമയത്തൊക്കെ നട്ട് പരിപാലിച്ചു വരുന്നുണ്ട്. മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള കായൽ ജീവികൾക്ക് പ്രജനനത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും കണ്ടൽക്കാടുകൾ അത്യന്താപേക്ഷിതമാണ്.
കവായി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭ്രാന്തൻ കണ്ടലിന്റെ വിത്തുകൾ ശേഖരിച്ചത്. കായലിന്റെയും കരയുടെയും ശ്വാസവായുവായി കരുതപ്പെടുന്ന കണ്ടലുകൾ നട്ട് സംരക്ഷിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളി കൂടിയായ ഒ രാജനെ കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ ജെസിസ് നേതൃത്വത്തിൽ കായലോരത്ത് വെച്ച് ആദരിക്കുകയും ചെയ്തിരുന്നു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചരിത്രഭൂമികയും ജൈവവൈവിധ്യ ആവാസ വ്യവസ്ഥയും സന്ദർശിച്ച് വായനാക്കൂട്ടം. തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയിലെ കുട്ടികൾ വായനാ വെളിച്ചം സമാപന പരിപാടിയുടെ ഭാഗമായാണ് ചരിത്രമുറങ്ങുന്ന കയ്യൂരും ജൈവവൈവിധ്യ കലവറയായ ശൂലാപ്പുകാവും പാടിക്കൽ ഗവൺമെന്റ് UP സ്കൂളും സന്ദർശിച്ചത്. ചരിത്രമുറങ്ങുന്ന കയ്യൂരും ജൈവ വൈവിധ്യ കലവറയായ ശൂലാപ്പുകാവും പാടിക്കൽ ഗവൺമെന്റ് UP സ്കൂളും സന്ദർശിച്ചത് വായനക്കൂട്ടത്തിന് വേറിട്ട അനുഭവമായി മാറി. കയ്യൂരിലെത്തിയ കുട്ടികളുടെ മുന്നിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിലെ തിളക്കമാർന്ന ഏടായ കയ്യൂർ സമരചരിത്രം നേരനുഭവം പോലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ P. രവീന്ദ്രൻ മാഷ് വിവരിച്ച് നൽകി. ചരിത്രഭൂമികയിലെ അനശ്വര രക്തസാക്ഷികളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ഡപത്തിലിരുന്നാണ് കുട്ടികൾ ആ ചരിത്ര സംഭവങ്ങൾ ശ്രവിച്ചത്. പരിസ്ഥിതിക്ക് ആഘാതമേറ്റിട്ടുണ്ടെങ്കിലും ഇപ്പോഴും തണലും തണുപ്പും നൽകുന്ന ആവാസ വ്യവസ്ഥയുള്ള ശൂലാപ്പുകാവ് സന്ദർശനം വായനക്കൂട്ടത്തിന് ഹൃദ്യമായ അനുഭവം സമ്മാനിച്ചു. ആ കാവിലിരുന്ന് അംബികാസുധൻ മാങ്ങാടിൻ്റെ 2 മത്സ്യങ്ങൾ എന്ന കഥയും കാവിൻ്റെ ചരിത്ര പശ്ചാത്തലവും ആകർഷകമായി കുട്ടികൾക്ക് വിവരിച്ചു നൽകിയത് റിട്ടയർഡ് അധ്യാപകൻ രാധാകൃഷ്ണൻ മാഷാണ്. 2 മത്സ്യങ്ങളിൽ സൂചിപ്പിക്കുന്ന ഭൂമിയുടെ ചോരയൊഴുകുന്ന നീരുറവയിലെ തെളിഞ്ഞ വെള്ളത്തിൻ്റെ തണുപ്പും കുളിരും ആസ്വദിച്ചാണ് കുട്ടികൾ കാവ് വിട്ടത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഏറ്റവും മികച്ച ജൈവ വൈവിധ്യ ഉദ്യാനമുള്ള പാടിക്കൽ ഗവൺമെന്റ് UP സ്കൂളും സന്ദർശിച്ചത് കുട്ടികൾക്ക് മറക്കാനാകാത്ത അനുഭവങ്ങൾ പകർന്നു നൽകി. ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാവേദി പ്രവർത്തകരും യാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രമുഖ സഹകാരിയും കാസർഗോഡ് DCC പ്രസിഡന്റുമായിരുന്ന K. വെളുത്തമ്പുവിന്റെ 9ാം വാർഷിക ദിനാചരണം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. സംസ്ഥാന സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റും ദേശീയ ഫെഡറേഷൻ ഡയറക്ടറുമായിരുന്ന K. വെളുത്തമ്പു അവിഭക്ത കണ്ണൂർ DCCയിലും കാസർഗോഡ് DCCയിലും പതിറ്റാണ്ടുകൾ ഭാരവാഹിയായിരുന്നു. 9ാം ചരമവാർഷിക ഭാഗമായി തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് M. രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ, DCC നിർവാഹക സമിതി അംഗം PV കണ്ണൻ മാസ്റ്റർ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി TV കുഞ്ഞിരാമൻ, KP ദിനേശൻ, EM ആനന്ദവല്ലി, C. ദാമോദരൻ, R. പ്രദീപ് കുമാർ, K. അശോകൻ, ഷാജി തൈക്കേൽ, T. സുരേഷൻ, പ്രമേഷ് തൈക്കേൽ, രാജു മുട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വെളുത്തമ്പുവിന്റെ ഛായാചിത്രത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. BKMU തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാണിയാട്ട് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി T. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി BKMU തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. മാണിയാട്ട് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത്. ചന്തേര സ്കൂളിന് സമീപത്തു നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. K. ഗംഗാധരൻ, P. സദാനന്ദൻ, A. രോഹിണി, MM. ലക്ഷ്മി, T. കൃഷ്ണൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ AITUC ജില്ലാ ജനറൽ സെക്രട്ടറി T. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റ് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മരുന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്കുമാണ് ഈ പെൻഷൻ കിട്ടുന്നത്. ആരോഗ്യപരമായ ഒരുപാട് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ കൃത്യമായ മരുന്ന് വേണം, മറ്റാവശ്യമായ മറ്റൊക്കെ ഭക്ഷണം വേണം. എന്നാൽ അതിന് ഇന്ന് കിട്ടുന്ന പെൻഷൻ ഉപകരിക്കുന്നില്ല, തികയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. BKMU തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് K. രാജൻ പൊതാവൂർ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ ട്രഷറർ P. വിജയകുമാർ, CPI തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി CV. വിജയരാജ്, രവീന്ദ്രൻ മാണിയാട്ട്, M. ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമം നടപ്പിലാക്കുക,
ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 6000 രൂപയാക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BKMU കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ കർഷക തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുമാണ് ഇത്തരമൊരു മാർച്ചും ധർണയും രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരത്തിൽ BKMU ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം രാജ്യം സ്വാതന്ത്ര്യം നേടി 77 വർഷം കഴിഞ്ഞിട്ടും ഈ രാജ്യത്തെ കർഷക തൊഴിലാളികൾക്ക് ഒരു നിയമം ഇതുവരെ ഉണ്ടായിട്ടില്ല. രാജ്യത്ത് കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിൽ ദേശീയ തലത്തിൽ കർഷക തൊഴിലാളികൾക്കൊരു സമഗ്രമായ നിയമം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കേരളത്തിൽ കർഷക തൊഴിലാളികൾക്കൊരു നിയമമുണ്ട്. കേരളത്തിൽ 1974 CH മേനോൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കർഷക തൊഴിലാളികൾക്ക് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മിനിമം കൂലിയും അതുപോലെ തന്നെ പെൻഷനും അതുപോലെ ക്ഷേമനിധി ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. N. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഷാർങ്ങാധരൻ, K. ബിന്ദു, C. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. P. രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി മെട്രോ മുഹമ്മദ് ഹാജി അനുസ്മരണവും പുരസ്കാര വിതരണവും സ്നേഹാദരവും സംഘടിപ്പിച്ചു. മുൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മെട്രോ മുഹമ്മദ് ഹാജിയുടെ സ്മരണ നിലനിർത്താൻ കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ മെട്രോ പുരസ്കാരവും സ്നേഹാദരവും അനുസ്മരണവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നടത്തി. മെട്രോ മുഹമ്മദ് ഹാജിയുടെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയാണ് ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ ചേരുന്നത്. ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആർക്കും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നാമധേയമാണ് ശ്രീ മെട്രോ ഹാജിയുടെ. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 5 വർഷമാകുന്നു. 5ാമത്തെ ദിനാചരണമാണ് നമ്മളിവിടെ ആചരിക്കുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ വളരെ വർഷങ്ങളുടെ ബന്ധം മെട്രോ ഹാജിയുമായി എനിക്കുണ്ടായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് കാലം മുതലുള്ള ബന്ധമാണ് മെട്രോ ഹാജിയുമായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയും MLAയുമായ ഡോക്ടർ MK മുനീർ, മുൻ മന്ത്രിയും കൊല്ലം പാർലമെന്റ് അംഗവുമായ NK പ്രേമചന്ദ്രൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. ചെയർമാൻ T. അബൂബക്കർ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ഡോക്ടർ ഖാദർ മങ്ങാട് പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. MLAമാരായ E. ചന്ദ്രശേഖരൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മുജീബ് മെട്രോ എന്നിവർ ആദര സമർപ്പണം നടത്തി. ആദരം ഏറ്റുവാങ്ങുന്നവരെ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ A. ഹമീദ് ഹാജി പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് TK സുധാകരൻ, PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, തൊട്ടി സാലി ഹാജി, കൂക്കൾ ബാലകൃഷ്ണൻ, K. സുകുമാരൻ മാസ്റ്റർ, പുത്തൂർ മുഹമ്മദ് കുഞ്ഞി ഹാജി, പാലാട്ട് ഇബ്രാഹിം ഹാജി എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി, മുൻ MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KP സതീഷ് ചന്ദ്രൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ, BJP ദേശീയ കൌൺസിൽ അംഗം CK പത്മനാഭൻ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. AILIAF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസിഡന്റ് NK പ്രേമചന്ദ്രൻ MP സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട്ട് വെച്ചായിരുന്നു സ്വീകരണ പരിപാടി നടന്നത്. AILIAF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസിഡന്റ് NK പ്രേമചന്ദ്രൻ MP സ്വീകരണം നൽകി.
കാഞ്ഞങ്ങാട്ട് വച്ച് നടന്ന പരിപാടി ദേശീയ പ്രസിഡന്റ് NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. അതിലിപ്പോഴും അപരിഹാര്യമായി തുടരുന്ന ഏറ്റവും മൗലികമായ വിഷയമാണ് 2025 നവംബർ മാസം 1-ാം തീയതി മുതൽ ഇന്നലെ വരെ LIC ഏജൻസിന് ലഭിച്ചുകൊണ്ടിരുന്ന കമ്മീഷൻ ശരിക്കും പറഞ്ഞാൽ കണക്കനുസരിച്ച് പരിശോധിച്ചാൽ ഏതാണ്ട് 20 മുതൽ 25% വരെ വെട്ടിക്കുറച്ച സ്ഥിതിയാണ് LIC ഏജൻസിന്റെ കമ്മീഷന്റെ കാര്യത്തിൽ. പക്ഷെ LIC മാനേജ്മെന്റ് ബോധപൂർവം പറയുന്നത് എന്താണ്? 35 കെട്ടിയിരുന്നത് 28 രൂപയായി 100 രൂപയുള്ള പ്രീമിയത്തിന് 35 രൂപ കിട്ടിയത് 28 രൂപയായി കുറയുമ്പോൾ ശരാശരി 7% എന്ന നിലയിലാണ് അവർ ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ വസ്തുതാപരമായി പരിശോധിച്ചാൽ ലഭ്യമായ 35 രൂപയുള്ള സ്ഥാനത്ത് 28 രൂപയായി കുറയുമ്പോൾ 100 രൂപയുടെ പ്രീമിയത്തിന്മേൽ 7 രൂപ കുറയുമ്പോൾ 7% എന്നല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 35 രൂപയിൽ നിന്ന് 7 രൂപ കുറയുമ്പോൾ ശതമാന നിരക്ക് പരിശോധിക്കുമ്പോൾ ശരാശരി 20 മുതൽ 25% വരെ ഏജൻസിന്റെ കമ്മീഷൻ വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് വസ്തുത. ജില്ലാ പ്രസിഡന്റ് T. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CD നായർ സ്വാഗതം പറഞ്ഞു. A. അശോക് കുമാർ, ശശീന്ദ്രൻ, KV ഷാജി, TV ബാലകൃഷ്ണൻ, ബാലഗോപാലൻ, പത്മനാഭൻ, VV രാജേഷ്, V. രാജേഷ്, വാസന്തി കാസർഗോഡ്, ഹരീഷ് B. നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. GC നാരായണൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിൽ UDF വമ്പിച്ച വിജയം നേടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്നും രമേശ് ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. അറബിക്കടലിൽ ചരക്ക് കപ്പലിലുണ്ടായ വൻ തീപിടുത്തത്തിൽ നിന്നും രക്ഷിച്ചവരെ എത്തിച്ചത് മംഗളൂരു തുറമുഖത്ത്. ഉടൻ തന്നെ AJ ആശുപത്രിയിൽ നിന്ന് 2 ആംബുലൻസുകൾ എത്തുകയും പരിക്കേറ്റവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് കുതിക്കുകയുമായിരുന്നു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങി. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ദേശീയപാത 66 ചെറുകള ആക്ഷൻ കമ്മിറ്റിയുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് യുവാവ് മരിച്ചു. മഞ്ചേശ്വരം വാമഞ്ചൂർ കജയിലെ മുഹമ്മദ് സാദിഖാണ് മരിച്ചത്. മുൻ DCC പ്രസിഡന്റ് K. വെളുത്തമ്പുവിന്റെ 9ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.